+1 പ്രവേശനത്തിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. മുഖ്യഘട്ടവും പിന്നെ സപ്ലിമെൻ്ററി ഘട്ടവും. ഇതിൽ മുഖ്യ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ 3 ഘട്ടങ്ങളിൽ ആണുള്ളത്. അതിൽ 1ഉം 2ഉം വന്ന് പ്രവേശനങ്ങൾ കഴിഞ്ഞു. ഇന്ന് വരുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെൻറ്റാണ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും സവർണ സീറ്റുകളിൽ ഒരുപാട് ഒഴിവുകളുണ്ടായിരുന്നു. അതെല്ലാം ഉൾപ്പെടെയുള്ള ഒഴിവുകൾ മെറിറ്റ് സീറ്റുകളാക്കിക്കൊണ്ടാണ് ഇന്നത്തെ അലോട്ട്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുകയും അതേപോലെ തന്നെ താൽക്കാലിക അലോട്ട്മെൻറ്റിൽ തുടർന്നവർക്ക് അവരുടെ ഹയർ ഓപ്ഷനുകളിലേക്ക് മാറ്റങ്ങൾ കിട്ടാനും വലിയ സാധ്യതകളുള്ള ഒരു പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ് ഇന്നത്തേത്. ഇന്ന് വരുന്ന അലോട്ട്മെൻറ്റിനെ തുടർന്ന് നാളെ, അതായത് 16-ാം തീയതി 10 മണി മുതൽ 17-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടത്. ഈ അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, താൽക്കാലികമായി തുടരുന്നവരും അതേപോലെ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ചവരും ഇനി അവർക്ക് താൽക്കാലികമായി തുടരാൻ പറ്റില്ല, പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ എടുക്കണം. അതായത് സ്കൂളിൽ ഫീസടച്ച് ഒറിജിനൽ രേഖകൾ സമർപ്പിച്ച് താൽക്കാലിക അഡ്മിഷൻ തുടരാൻ പാടില്ല. ഇനി പെർമനൻറ്റ് അഡ്മിഷനാണ്. 18-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇതിൽ ജോയിൻ ചെയ്യാത്തവരുടെ ഒഴിവുകളാണ് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി നികത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട തീയതിയൊക്കെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ സ്കൂൾ കോമ്പിനേഷൻ ചേഞ്ചിനുള്ള, അതായത് പ്രവേശനം ലഭിച്ചവർക്ക് അത്തരത്തിലുള്ള ഒരു അവസരം കൂടി നൽകുന്നതായിരിക്കും. അപ്പോൾ +1 പ്രവേശനത്തിൻ്റെ മുഖ്യമായ മൂന്നാമത്തെ അലോട്ട്മെൻറ്റാണ് ഇന്ന് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ. താങ്ക് യു.